നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാലവർഷം എത്താറായോ എന്നാണ് മലയാളികൾ ഒന്നടങ്കം ഇപ്പോൾ നോക്കുന്നത്. വലിയ ചൂട് ഭരിച്ചിരുന്ന കേരളത്തിൻ്റെ കാലാവസ്ഥയെ ഇപ്പോൾ നനുത്ത മഴ എത്തിയിട്ടുണ്ട്. അത് വലിയ ആശ്വാസമാണ്, വേനൽ മഴ. ഇനി കാലവർഷം എത്താറായോ എന്ന ഒരു അന്വേഷണമാണ് മലയാളികൾക്ക് മുന്നിലുള്ളത്. കാലവർഷവുമായി സംബന്ധിച്ചുള്ള വാർത്തകൾ നോക്കാം. അതായത് കാലവർഷം ഈ മാസം 26 എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഈ ഡേറ്റിൽ നിന്നും 4 ദിവസം മുന്നോട്ടോ പിന്നോട്ടോ മാറാനുള്ള സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. അതേസമയം സമുദ്രനിരപ്പിൽ നിന്ന് 3.1 കിലോമീറ്റർ മുതൽ 4.5 കിലോമീറ്റർ വരെ ഉയരത്തിലായി തെക്ക് കിഴക്കൻ അറബിക്കടലിൽ നിന്ന് ലക്ഷദ്വീപ്, വടക്കൻ കേരളം, കർണാടകയുടെ തെക്കൻ ഉൾപ്രദേശങ്ങൾ, ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്ക് മുകളിലൂടെ മധ്യബംഗാൾ ഉൾക്കടൽ വരെ നീളുന്ന ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. കാലവർഷം കേരളത്തിൽ മെയ് 26 എത്താൻ സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു മുന്നറിയിപ്പ്. ഇന്ന് വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കേരളത്തിൽ മാഹിയിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വരുന്ന 5 ദിവസം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിലേക്ക് വരാം. അതിനു മുന്നേ നമുക്ക് നോക്കാം മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം. മത്സ്യത്തൊഴിലാളികൾക്ക് എന്താണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ജാഗ്രതയോടെ ആയിരിക്കുക. 24-ാം തീയതി വരെ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, ശ്രീലങ്കൻ തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മാത്രമല്ല ഇന്ന് തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി പ്രദേശം, മാലിദ്വീപ് പ്രദേശം, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല നാളെ തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ആൻഡമാൻ കടൽ, അതിനോട് ചേർന്ന വടക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. 23, 24 തീയതികളിൽ തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്ന മുന്നറിയിപ്പാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. ഇനി കാലവർഷവുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം. നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു, കടുത്ത ചൂടായിരുന്നു രാജ്യത്ത് അലയടിച്ചിരുന്നത്. അതിന് ആശ്വാസമേകാൻ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നേരത്തെ എത്തുമെന്ന പ്രവചനം നേരത്തെ തന്നെ പല സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും അറിയിച്ചിരുന്നു. യൂറോപ്യൻ സെൻറ്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റിൻ്റെ കണക്കുകൾ അനുസരിച്ച് മെയ് അവസാനത്തോടെ തന്നെ ദക്ഷിണേന്ത്യയിൽ മഴയെത്താൻ സാധ്യതയുണ്ട്, കാലവർഷം എത്താൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. നിലവിൽ ഉത്തരേന്ത്യയിലും മധ്യ ഇന്ത്യയിലും താപനില 43 മുതൽ 44 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഈ സമയത്തായിരുന്നു ഇത്തരത്തിൽ കാലവർഷം നേരത്തെ എത്തുമെന്ന വാർത്ത വളരെ ആശ്വാസമായി നമുക്കരികിലേക്ക് വന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ മെയ് 18-നും 25-നും ഇടയിൽ കാലവർഷം എത്തിയേക്കാം. മെയ് 25 മുതൽ ജൂൺ 1 വരെയുള്ള കാലയളവിൽ കേരളത്തിലും തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിലും സാധാരണയിൽ കൂടുതൽ മഴ കിട്ടാൻ സാധ്യതയുണ്ടെന്നും ഇവർ പ്രവചിച്ചിരുന്നു. അന്തരീക്ഷ സാഹചര്യങ്ങളിൽ മാറ്റം വന്നില്ലെങ്കിൽ മെയ് 25-ഓടെ കേരളത്തിൽ കാലവർഷം എത്തിയേക്കാമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഈ മെയ് മാസം അവസാന വാരത്തോടെ കാലവർഷം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലുണ്ടാകുന്ന കടുത്ത ചൂട് സമുദ്രത്തിൽ നിന്നുള്ള കാറ്റിനെ നേരത്തെ കരയിലേക്ക് എത്തിക്കാൻ കാരണമായേക്കാം. ഇത്തവണ കാലവർഷം എത്തുമ്പോൾ എൽനിനോയുടെ സാന്നിധ്യം ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇത്തവണ കാലവർഷത്തിന് കരുത്തേകാൻ സാധ്യതയുണ്ട്. അതായത് പോസിറ്റീവ് IOD.
മെയ് അവസാന വാരത്തോടെ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് രൂപപ്പെടാനും അത് ഈർപ്പമുള്ള മേഘങ്ങളെ ഇന്ത്യൻ തീരത്തേക്ക് എത്തിക്കാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷവും കേരളത്തിൽ കാലവർഷം നിശ്ചയിച്ചതിലും നേരത്തെ എത്തിയിരുന്നു. കൃഷിയെ ആശ്രയിച്ച് കഴിയുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്കും ചൂടിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്കും ഈ നേരത്തെയുള്ള മഴ വലിയ ആശ്വാസമാണ്. 2026 തെക്കു പടിഞ്ഞാറൻ കാലവർഷക്കാലത്ത്, അതായത് ജൂൺ സെപ്റ്റംബർ സമയമാണ് കാലവർഷത്തിന്റെ സമയം. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ശരാശരിയിൽ കുറഞ്ഞ മഴ കിട്ടാൻ സാധ്യതയുണ്ടെന്നും ദക്ഷിണേഷ്യൻ ക്ലൈമറ്റ് ഔട്ട്ലുക്ക് ഫോറം അറിയിച്ചു. ഏപ്രിൽ അവസാനം മാലിദ്വീപിൽ ചേർന്ന കാലാവസ്ഥാ വിദഗ്ധരുടെ യോഗത്തിലാണ് ഈ വിലയിരുത്തലുണ്ടായത്. ഇന്ത്യയിൽ ഇത്തവണ 92% മഴ മാത്രമേ കിട്ടൂവെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന പ്രവചനം. പസഫിക് സമുദ്രത്തിലെ താപനില വർദ്ധിക്കുന്ന എൽ നിനോ പ്രതിഭാസം ഈ വർഷം രൂപപ്പെടാനും 2026 അവസാനം വരെ നിലനിൽക്കാനും സാധ്യതയുണ്ടെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. സാധാരണയായി ഇന്ത്യൻ മൺസൂണിനെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ് എൽ നിനോ. രാജ്യത്താകമാനമുള്ള കാലവർഷത്തെ എൽ നിനോ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട്. പക്ഷെ കേരളത്തെ അത് ബാധിക്കില്ല. കേരളത്തിൽ സാധാരണ രീതിയിൽ തന്നെ കാലവർഷം കിട്ടുമെന്നാണ് പ്രവചനങ്ങൾ. ഇന്ത്യ, പാകിസ്ഥാൻ, വടക്കൻ ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, പടിഞ്ഞാറൻ മ്യാൻമാർ എന്നിവിടങ്ങളിൽ മഴയിൽ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ദക്ഷിണേഷ്യയുടെ മധ്യഭാഗങ്ങളിൽ മഴ ഗണ്യമായി കുറഞ്ഞേക്കാം. അഫ്ഗാനിസ്ഥാൻ, വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ, മ്യാൻമാർ, തെക്ക് കിഴക്കൻ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ സാധാരണ മഴ കിട്ടാൻ സാധ്യതയുണ്ട്. ദക്ഷിണേഷ്യയുടെ വടക്ക് പടിഞ്ഞാറൻ, വടക്ക് കിഴക്കൻ അറ്റങ്ങളിലും തെക്കേ അറ്റത്തും സാധാരണയോ അതിലധികമോ മഴ കിട്ടിയേക്കാം. മൺസൂണിനെ സ്വാധീനിക്കുന്ന ഏക ഘടകം എൽ നിനോ മാത്രമല്ല എന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യൻ സമുദ്രത്തിലെ താപനില വ്യതിയാനമായ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ അനുകൂലമായ അവസ്ഥയിലാകാൻ സാധ്യതയുണ്ട്. ഇത് കാലവർഷത്തിന് ഗുണകരമാകും. കൂടാതെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ താപനില, യുറേഷ്യൻ കരഭാഗത്തെ ചൂട് തുടങ്ങിയവയുടെ മഴയുടെ അളവിനെ സ്വാധീനിക്കും. ദക്ഷിണേഷ്യയിലെ 9 രാജ്യങ്ങളുടെ, അതായത് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാലദ്വീപ്, മ്യാൻമാർ, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇത്തരത്തിൽ 9 രാജ്യങ്ങളുടെ കാലാവസ്ഥ ഏജൻസികൾ ഉൾപ്പെട്ട കൂട്ടായ്മയാണ് ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ലോക കാലാവസ്ഥാ സംഘടന, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി തുടങ്ങിയ രാജ്യാന്തര സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് ഇവർ മൺസൂൺ പ്രവചനം നടത്തുന്നത്. എന്തായാലും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കാലവർഷത്തിനായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.